നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട കാത്തിരിപ്പിന്റെ അവസാനം റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നേക്കുവാണ്. നമ്മൾ പൊതുവെ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുമെങ്കിലും ഒഫീഷ്യലി ഇത് ലെവൽ 1 പോസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലും ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് മറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ തന്നെ ഇടയ്ക്ക് പല നോട്ടീസുകൾ ഇറക്കുകയുണ്ടായി. അവസാനം ഇപ്പോൾ മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുവാണ്. ആ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. അത് 23/1/2025 ആണ്. അതായത് ഈ മാസം 23-ാം തീയതി തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. എൻഡിങ് ഡേറ്റ് വരുന്നത്, ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. അതുവരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പേയ്മെന്റിന് പിന്നെയും 2 ദിവസം കൊണ്ട് ഫെബ്രുവരി 23-നും 24-നും പേയ്മെന്റ് വിൻഡോ ഓപ്പൺ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കറക്ഷൻസോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ 25 ഫെബ്രുവരി തൊട്ട് മാർച്ച് 6 വരെയും നമുക്ക് അതിനുള്ള സമയം റെയിൽവേ തന്നിട്ടുണ്ട്. അപ്പം ഈ ഡേറ്റിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഇനിഷ്യൽ പേ വരുന്നത് 18,000 18,000 രൂപയാണ് ഇതിന്റെ ഇനിഷ്യൽ സാലറി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും മറ്റുമൊക്കെ നോട്ടിഫിക്കേഷന്റെ ബാക്കി പേജുകളിലായിട്ട് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. പൊതുവെ ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 33 വയസ്സ് വരെയാണ്. പിന്നെ COVID-19 കാരണം ഒരു 3 കൊല്ലത്തെ റിലാക്സേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടും. അങ്ങനെ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് ജനറൽകാരുടെ ഏജ് ലിമിറ്റ് ആണ് ഈ 36 എന്ന് പറയുന്നത്. OBC-കാർക്ക് ഒരു 3 കൊല്ലം വീണ്ടും റിലാക്സേഷൻ വരും. SC/ST-കാർക്ക് വീണ്ടും ഒരു 5 കൊല്ലത്തെ റിലാക്സേഷൻ വരും. പിന്നെ PWD എക്സ് മിലിറ്ററി ആൾക്കാർക്ക് അതിൻ്റെതായ റിലാക്സേഷൻസ് വേറെയും വരും. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നോട്ടിഫിക്കേഷനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 32,438 പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 500 രൂപ ഫീസ് പറയുന്നുണ്ട്. ഈ 500 രൂപ ഫീസ് എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും, അതായത് ടയർ 1 എക്സാം, ഒരു CBT എക്സാം ഉണ്ട്, ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ 400 രൂപ 400 റുപ്പീസ് നമുക്ക് എന്തായിട്ട് വരും? റീഫണ്ട് ആയിട്ട് വരും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഒക്കെ 250 രൂപ 250 റുപ്പീസ് ആണ് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. അതും എന്തായിട്ട് വരും? റിട്ടേൺ ആയിട്ട്, റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഫീസ് കണ്ടിട്ട് ആരും അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. അപ്ലൈ ചെയ്യുക. ടയർ 1 എക്സാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പൈസ റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എക്സാമിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം ആണ് ആദ്യം നടക്കുക. ഈ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം എഴുതാനായിട്ട് നമുക്ക് 90 മിനിറ്റ്സ്, അതായത് 1.5 മണിക്കൂർ സമയമാണുള്ളത്. ഈ 100 മാർക്കിനകത്ത് 25 മാർക്ക് സയൻസിലും, മാത്സിന് 25 മാർക്ക് പിന്നെ റീസണിങ് എബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 30 മാർക്കും, പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 മാർക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ 100 മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ CBT 1 അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ട് എങ്കിൽ ഒരു 35 കിലോ 35 kg എടുത്തുകൊണ്ട് 100 മീറ്റർ 100 മീറ്റർ ഓട്ടം ഉണ്ട്. അതിന് അവർ കൊടുക്കുന്ന സമയം 2 മിനിറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 കിലോമീറ്റർ 1000 മീറ്റർ ഓട്ടം ഉണ്ട്. അതിന് പറയുന്ന സമയം 4 മിനിറ്റ് 15 സെക്കൻഡ് ആണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ട് എങ്കിൽ വെയിറ്റിൽ ഒരു ചെറിയ കുറവുണ്ട്. 20 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ ഓടിയാൽ മതിയാകും. സമയം 2 മിനിറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പോലെ 1000 മീറ്റർ, അതായത് 1 കിലോമീറ്ററിന്റെ ഒരു ഓട്ടം ഉണ്ട്. അതിന് 5 മിനിറ്റും 40 സെക്കൻഡും സമയവും അനുവദിക്കുന്നുണ്ട്. അപ്പം മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഉയർന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A2 ആണ്. അതായത് ഗ്ലാസ് ഇല്ലാണ്ട്, സ്പെക്സ് ഇല്ലാണ്ട് 6/9 വിഷൻ നമുക്ക് വേണം. ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം വിത്ത് ഓർ വിത്തൗട്ട് സ്പെക്സ് ആണ് പറയുന്നത്. 6/9 വിഷൻ വേണ്ടത്. ഓക്കെ, അപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇനി ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് അതേ പോസ്റ്റിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഏജ് ലിമിറ്റിന്റെ കാര്യം വരുമ്പോഴത്തേക്കും 18 തൊട്ട് 36 വരെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1989 ജനുവരി 2-ന് ശേഷം ജനിച്ചവരായിരിക്കണം. ഇനി OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1986 ജനുവരി 2-ന് ശേഷം ജനിച്ച ആൾക്കാർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SC/ST കാൻഡിഡേറ്റ്സിന് 1984 ജനുവരി 2-ന് ശേഷം ജനിച്ചവരാകണം. അപ്പം ഈ ഏജ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 ജനുവരി 1-ാം തീയതി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷനിലെ പോസ്റ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓരോ പോസ്റ്റിനെ പറ്റിയും അതിലെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും
പിന്നെ അതിനുവേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായി തന്നെ നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 18 തൊട്ട് 36 വയസ്സ് വരെ തന്നെയാണ്. പിന്നെ ഒരു തർക്കം ഉണ്ടായിരുന്നത് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായിരുന്നു. ഇടയ്ക്ക് ITI വേണമെന്നും ITI വേണ്ടാന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് റെയിൽവേ തന്നെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ 10th പാസ്, ഇല്ല ITI ഉണ്ട് എങ്കിൽ അതായാലും മതിയാകും. അപ്പം 10th പാസ് അല്ല എങ്കിൽ ITI ഉള്ള എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യത്തെ പോസ്റ്റുകൾ ഇതൊക്കെയാണ്. പിന്നീട് ബാക്കി പോസ്റ്റുകളും നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വരെ തന്നെയാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും 10 അല്ല എങ്കിൽ ITI ക്വാളിഫിക്കേഷൻ മതിയാകും. അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും അപ്ലൈ ചെയ്യുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഈ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ എടുത്തു തുടങ്ങുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ നടന്ന NDPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും എല്ലാം ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ മാസം 2025 ജനുവരി 29-ാം തീയതി ഈ നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ലക്ഷ്യ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടും ടോപ്പിക് ടെസ്റ്റും ടോപ്പിക് റിവിഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 3-4 മാസം കൊണ്ട് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് റിവൈസ് ചെയ്യുകയും പിന്നെ കഴിഞ്ഞ തവണത്തെ NDPC ഗ്രൂപ്പ് ഡി എക്സാംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സെക്ഷനും മറ്റുമൊക്കെ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക.